ഈ രാഹുൽ ഗാന്ധിക്ക് ഇതെന്ത് പറ്റി? ഇനി കോൺഗ്രസിന് എന്താ പറ്റാൻ പോകുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഈ പെരുമാറ്റ ശാഠ്യങ്ങൾ കൊണ്ട് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ നില വളരെ വളരെ പരിതാപകരമായിട്ടിരിക്കും. ഇനി ഒന്നും തകരാനില്ലാത്ത പോലെ തകർന്നു കഴിഞ്ഞിരിക്കുക. അയാൾ ഈ ലോക്സഭയെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന നാടകങ്ങൾ, ഇയാളെന്താ വിചാരിച്ചിരിക്കുന്ന? മലേഷ്യയിലൊക്കെ പോയി ബൈക്കിൽ അയാളുടെ സഖിമാരെയും കൊണ്ട് റൈഡ് ചെയ്യുന്ന പോലാണോ ഈ ലോക്സഭ എന്നൊക്കെ പറയുന്നത്? അങ്ങനെയാണ് തമാശയായിട്ടാണോ വിചാരിച്ചിരിക്കുന്നത്? ഇയാൾ എന്താ ഈ കാട്ടിക്കൂട്ടണത്? ഇത് ഇന്ത്യക്കാരൻ്റെ നികുതി പണം കൊണ്ട് ഓടുന്ന പാർലമെൻ്റല്ലേ? അയാൾക്ക് ഇതുപോലെ കസർത്ത് നടക്കാനുള്ള സവാരി നടത്താനുള്ള സവാരിഗിരി നടത്താനുള്ള സ്ഥലങ്ങളാണോ? മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്, താങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട്, മൂട് താങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊളംബിയയിൽ പോയിട്ട് സഖിമാരുമായിട്ട് യാത്ര നടത്തുന്ന പോലുള്ള സാഹസമാണോ നമ്മുടെ പാർലമെൻറ്റിൽ കാണിക്കേണ്ടത്? എന്ത് വൃത്തികേടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പാർലമെൻറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ടുള്ള രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ച അതവിടെ നടത്തേണ്ട സ്ഥലത്ത് ഇയാൾ നരവന അങ്ങനെ ഒരുപാട് നരയുള്ള ആൾക്കാരുണ്ടാവും. ആ നരവനമാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള സ്ഥലമാണോ അവിടെ? അതിൻ്റെ PR വർക്ക് നടത്താനുള്ള സ്ഥലമാണോ അവിടെ? അതിന് പബ്ലിസിറ്റി കൊടുക്കാനും പ്രചാരം കൊടുക്കാനും അതിൻ്റെ കോപ്പികൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഇമാതിരിയുള്ള പരിപാടികളാണോ കാണിക്കേണ്ടത്? ഇത് ഇന്ത്യൻ പൗരൻ്റെ വേദനകൾ, അവൻ്റെ ബേണിംഗ് ഇഷ്യൂസ്, അവൻ്റെ പൊള്ളുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള വേദിയാണെന്നേ. നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഉള്ളത് നന്ദി പ്രമേയമാണ്. ആ നന്ദി പ്രമേയത്തിൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും വേണമെങ്കിൽ സംസാരിക്കാം. അത് പറയാതെ നരവനയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരുന്നത് എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് സഹിക്കാൻ പറ്റുന്ന വൃത്തികേടാണോ ഈ കാണിക്കുന്നത്? രാഷ്ട്രീയം വേണ്ട, ഇതിനുള്ള വേദിയാണ്. അവിടെ കിടന്ന് സർക്കസ് കാണിക്കുക, പുസ്തകം എടുത്ത് വെക്കുക. അതിൻ്റെ ബിസിനസ് റൂൾസ് പറഞ്ഞല്ലോ, സ്പീക്കർ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പുസ്തകം വായിക്കാനുള്ള വേദിയല്ല ഇത്. ഒരു പുസ്തകത്തിന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പുസ്തകം ഞാനുണ്ട്, ഒരു MBA കൊടുത്തിട്ട് അതെടുത്ത് വെച്ച് വായിക്കാൻ പറയാമല്ലോ. നല്ല പബ്ലിസിറ്റി കിട്ടുമല്ലോ. പുസ്തകം നല്ലപോലെ റോയൽറ്റി കൂടുതൽ കിട്ടുമല്ലോ. വേണ്ടല്ലോ. കോൺഗ്രസിൻ്റെ MP ആയ ശശി തരൂരിൻ്റെ എത്ര പുസ്തകങ്ങളുണ്ടെന്നല്ലോ ആകാമല്ലോ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? നരവനെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് ചൈനയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങൾക്ക് ഏതാണ് കറക്റ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആരോടാ പറയുന്നത്? കരസേനാ മേധാവിയോട്. കാരണം കാര്യങ്ങൾ ശരിയായിട്ട് തിരിച്ചറിയാനും പ്രൊഫഷണലായിട്ട് അതിനെ സമീപിക്കാനും കഴിവുള്ള ആളിനോട് പറയുക. നരേന്ദ്രമോദി ചായക്കച്ചവടക്കാരനാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്, അല്ലാതെ യുദ്ധത്തിൻ്റെ അഗ്നിവീറൊന്നും ആയിരുന്നില്ലല്ലോ. അവിടെ പടയാളിയായിട്ട് തോക്കും പിടിച്ചുകൊണ്ട് പോയി യുദ്ധം ചെയ്ത ആളൊന്നും അല്ലല്ലോ അദ്ദേഹം. പിന്നെ അതിനകത്തുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള തീരുമാനം അദ്ദേഹത്തിന് എങ്ങനെ എടുക്കാൻ കഴിയും? ചൈനക്കാർ കയറി വരുന്നുണ്ട്, അവരെ എങ്ങനെ നേരിടാം? അതിന് ധീരമായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരിക. ഓപ്പറേഷൻ്റെ സിന്ദൂറിൻ്റെ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അതുകൊണ്ടല്ലേ അത് വൻ വിജയമായത്. പട്ടാളത്തിന് കൊടുത്തു അധികാരം മുഴുവൻ. പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി കീഴടങ്ങി കൊണ്ടുവന്നപ്പോഴും ഞങ്ങളുടെ പട്ടാള മേധാവിയോട് സംസാരിക്കാനാണ് പറഞ്ഞത്. പട്ടാളക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്. അത് കൊടുക്കാതിരുന്നതിൻ്റെ ഫലമാണ് നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ഭീകരവാദം. അതുപോലെ കാശ്മീരിലെ തലവേദന, അവിടുത്തെ പണ്ഡിറ്റുകളെ കൊന്ന് കിണറ്റിൽ എറിഞ്ഞുകൊണ്ടിരുന്ന വംശഹത്യ, സ്കൂളുകളും പാലങ്ങളും തകർക്കുന്ന ഹീനമായ പ്രവർത്തികൾ, ഭീകരരുടെ പ്രവർത്തനങ്ങൾ, താണ്ഡവങ്ങൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ആ ഫ്രീ ഹാൻഡ് കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മുത്തശ്ശനും അതുപോലെ തന്നെ നിങ്ങളുടെ മുതുമുത്തശ്ശനും ഒക്കെ കാണിച്ചു കൂട്ടിയ ഇമാതിരിയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് നമ്മളെ കുഴപ്പത്തിലാക്കിയത്. പാകിസ്ഥാൻ്റെ ഇസ്ലാമിക ബോംബുണ്ടല്ലോ, അത് തകർത്ത് തരാമെന്ന് ഇസ്രായേൽ പറഞ്ഞതാ. അത് വേണ്ട രാഷ്ട്രീയ തീരുമാനം. ആരാ എടുത്തത്? നിങ്ങളുടെ മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി. അതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് ബോംബുണ്ടായെന്ന് പറഞ്ഞ് അവർ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് സൗദി അറേബ്യ അവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സൈനിക തന്ത്രപരമായ കരാറിൽ ഇന്ത്യക്ക് വീണ്ടും ഭീഷണിയായിരിക്കുന്നത്. ഞങ്ങൾ ചുമക്കുകയാണ് അതിൻ്റെ ഭാരം. നിങ്ങളൊക്കെ എടുത്ത വിഡ്ഢിത്തം നിറഞ്ഞ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഫലം. അതുപോലെ ജവഹർലാൽ നെഹ്റു കേരളത്തിൻ്റെ അത്രയും സ്ഥലമാണ് ചൈനയ്ക്ക് വിട്ടുകൊടുത്തത്, രാഷ്ട്രീയ മണ്ടത്തര തീരുമാനമെടുത്തുകൊണ്ട്. ഇതൊക്കെ പറയും നരേന്ദ്രമോദി എന്നറിയാവുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് തടഞ്ഞത്. നിങ്ങളെപ്പോലെ വിഡ്ഢിത്തങ്ങളല്ല അദ്ദേഹം പറയുന്നത്, ചോരയുള്ള സത്യങ്ങളാണ്. നമുക്കൊരിക്കലും മറക്കാനും പൊറുക്കാനുമാവാത്ത സത്യങ്ങളാണ്. നിങ്ങൾക്ക് പൊള്ളും, അതുകൊണ്ടാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത്. വീണ്ടും നരേന്ദ്രമോദി പ്രസംഗിക്കാൻ വരുമ്പോൾ തടസ്സപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും. നിങ്ങളുടെ കോമാളി പരിപാടി ഉണ്ടല്ലോ, അതല്ല നരേന്ദ്രമോദി ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്വീകാര്യം, ഇന്ത്യക്കാർക്ക് സ്വീകാര്യം നരേന്ദ്രമോദി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റുന്നു, നിങ്ങളെ വീണ്ടും തോൽപ്പിക്കുന്നതും.
അതിലും വലിയ പരാജയം, തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുള്ള കേരളത്തിൽ പോലും നിങ്ങൾ തോൽക്കാൻ പോവുകയാണ് ഇമാതിരി പ്രവർത്തനങ്ങൾ കൊണ്ട്. പാർലമെൻ്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റായിട്ട് പ്രവർത്തിക്കാനുള്ളത് അല്ല, നിങ്ങളുടെ പേക്കൂത്ത് കാണിക്കാനുള്ളതല്ല. അതാണ് അതിൻ്റെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കണം. നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ തന്നെയല്ല. സ്പീക്കറുടെ ഡയസിലേക്ക് മുണ്ടും എടുത്തു വെച്ചുകൊണ്ട് കാലും പൊക്കി വെച്ചിട്ട് അതിൻ്റെ ഈ വേലി കടന്ന് ചാടുക. വേലി ചാടുക എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരിൽ ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണെന്ന് ഞങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണല്ലോ നിങ്ങളുടെ പാർട്ടി തന്നെ പുറത്താക്കേണ്ടി വന്നത്. ആ വേലി ചാടുന്ന പരിപാടിയൊന്നും പാർലമെൻറ്റിനകത്തും അസംബ്ലിക്കകത്തും എടുക്കരുത്. ഞങ്ങൾക്കൊരു സ്റ്റേക്ക് ഉണ്ട്. എന്നു വെച്ചാൽ ഞങ്ങളുടെ പ്രതിനിധികളായിട്ട് നിങ്ങളെ അയച്ചിരിക്കുന്നത്, അല്ലാതെ മലേഷ്യയിലും കൊളംബിയയിലും പോകുന്ന പോലെ അല്ല. അതുതന്നെയാണ് സത്യം. സഹിക്കാൻ വയ്യാതായിരിക്കുക നിങ്ങളെക്കൊണ്ട്. നിങ്ങളുടെ ഒരു നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോഴും മൂട് താങ്ങാൻ കുറേ പേരുണ്ട് എന്നുള്ള ബലത്തിലാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും ഈ നാടിന് അപമാനകരമായിട്ടുള്ള, രാജ്യദ്രോഹപരമായിട്ട്, നാടിന് നാണക്കേടായിട്ടുള്ള അരാജക പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചിരിക്കുകയാണ്, വിഡ്ഢിച്ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നേരത്തെ ഭരണഘടനയായിരുന്നു പൊക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണഘടനയായി വന്നിരിക്കുന്നത് നരവനയുടെ പുസ്തകമാണ്. എന്ത് മര്യാദകെട്ട പ്രവൃത്തിയാണിത്. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നരവന എന്ന് പറയുന്ന ആൾ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒന്നുമല്ല. ഇന്ത്യയുടെ ഒരു കാര്യത്തിലും ഒരു നേതൃത്വവും വഹിക്കാൻ ഒരു അധികാരവും ഇല്ലാത്ത ഒരാൾ, അത്രയേ ഉള്ളൂ. സാധാരണ ഒരു പൗരൻ മാത്രമാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ. അതിനപ്പുറം ഒന്നുമില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിന് പ്രചാരം കിട്ടാൻ വേണ്ടി അവിടെ ചില പൊടിപ്പും തൊങ്ങലും നല്ല റോയൽറ്റി കിട്ടണമെങ്കിൽ അതിനകത്ത് കുറച്ച് വിവാദം ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്തെങ്കിലും അദ്ദേഹം എഴുതി ചേർത്തതായിരിക്കും. അന്തസ്സുണ്ടായിരുന്നു നരവനയ്ക്കെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ കാണിക്കണമായിരുന്നു. രാജിവെച്ച് അന്ന് പുറത്തു പോകണമായിരുന്നു. എന്താ അതിന് ചങ്കൂറ്റം കാണിക്കാഞ്ഞത്? ഇല്ല, രാഷ്ട്രീയ തീരുമാനം പറഞ്ഞു, എനിക്കങ്ങനെ എടുക്കാൻ പറ്റില്ല. പറഞ്ഞു പോയത് വേറെ ആളിനെ വെച്ചിട്ട് നമ്മൾ യുദ്ധം ജയിച്ചേനെയും. നമ്മൾ ജയിച്ചു യുദ്ധം. 1 ഇഞ്ച് സ്ഥലം പോലും നമ്മൾ ചൈനയ്ക്ക് വിട്ടു കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞല്ലോ. പിന്നെ എന്താണ് ഇഷ്യൂ ഇവിടെ? പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്യൂ? നിങ്ങൾക്ക് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കാൻ വേറൊരു ആരോപണമില്ല. അതിന് നിങ്ങളിപ്പോൾ നരവനയുടെ പുസ്തകത്തിൻ്റെ പ്രചാരകനായിട്ട് നടത്തിയിരിക്കുക. ഈ ഉപദേശക പ്രസംഗികളൊക്കെ ഉണ്ടല്ലോ, ബൈബിൾ എടുത്തിൻ്റെ കോപ്പി എടുത്ത് കാണിക്കുന്നത് പോലെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരുതരം വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള പരിപാടി എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പാർലമെൻറ്റിലെ നിങ്ങളിങ്ങനെ അപഹസിച്ചാൽ ജനങ്ങൾ നിങ്ങൾക്ക് ഇതിലും കടുത്ത തിരിച്ചടി. ബീഹാറിലുമൊക്കെ കിട്ടിയത് കണ്ടല്ലോ, മഹാരാഷ്ട്രയിലും കിട്ടിയത് കണ്ടല്ലോ, മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടല്ലോ, ചണ്ഡീഗഡിലും കണ്ടല്ലോ. ഇതിലും വലുതെന്തോ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത്. യാദവ കുലം അതിൻ്റെ അവസാന കാലത്ത് ശ്രീകൃഷ്ണന് നേരെയും അതുപോലെ തന്നെ അവർക്കിടയിലും ഉണ്ടാക്കിയ ആ തരത്തിലുള്ള അരാജകത്വമാണ് കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.